Hello everyone. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എല്ലാവരും പ്ലസ് ടുവിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഓരോ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്തിട്ടുണ്ടാവും. സോ എന്തിനാണ് ഈ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? മാഗ്നിഫൈ ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്ക് കാണേണ്ട ഒബ്ജക്റ്റിനെ നന്നായിട്ട് കുറച്ചും കൂടി എൻലാർജ് ചെയ്തിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ മൈക്രോസ്കോപ്പ്. ആൻഡ് നമ്മുടെ ഏറ്റവും ലാബിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്പാരറ്റസും കൂടിയാണ് ദിസ് മൈക്രോസ്കോപ്പ്. ദ മോഡേൺ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് is the most important apparatus in a clinical laboratory, and it is also an expensive one. Okay, improper use of this microscope leads to loss of clarity of the image. Okay, നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഫസ്റ്റ് ഇയറിൽ മൈക്രോസ്കോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ഓർ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് അതാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോസ്കോപ്പ്. സോ മൈക്രോസ്കോപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, സോ ലൈറ്റ് അതായത് സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇൻ കേസ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ്, sunlight is used as a sources of illumination. ഓക്കെ, അപ്പോൾ സൺലൈറ്റ് ആണ് നമ്മൾ അവിടെ ഇലൂമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സസ് ഓഫ് ഇലൂമിനേഷൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നമുക്ക് അവിടെ ഇലൂമിനേഷൻ ആ ഒരു ലൈറ്റ് വേണം. സോ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ സൺലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ കേസിൽ ഇലക്ട്രോൺ ബീം വെച്ചിട്ടാണ് നമുക്ക് അവിടെ ഇലൂമിനേഷൻ അവിടെ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, and difference between this light and electron microscope is that in case of light microscope it magnify image 1000 and 2000 times. അതായത് ഒരു ഒബ്ജക്റ്റിനെ 1000 അല്ലെങ്കിൽ 2000 മടങ്ങ് കൂടുതൽ എൻലാർജ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. ബട്ട് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് magnify 1 lakh time or more. 1 lakh time മടങ്ങ് എൻലാർജ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റിനെ നന്നായിട്ട് വ്യൂ ചെയ്യാനും പഠിക്കാനും സ്റ്റഡി ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലെൻസ്. ലെൻസ് അറിയാലോ നിങ്ങൾക്ക്, ഐ പീസിലും ഒബ്ജക്റ്റീവിലും ഒക്കെ ചെറിയ ചെറിയ ലെൻസസ് ഉണ്ടെന്ന് കണ്ടിട്ടില്ലേ? പ്ലസ് ടുവിൽ എല്ലാവരും ഇത് യൂസ് ചെയ്തതല്ലേ മൈക്രോസ്കോപ്പ്. സോ ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ലെൻസിൻ്റെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ്, സിംഗിൾ ലൈറ്റ് path went through the object viewed and one lens is used. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ ഒറ്റ ലെൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, in order to enlarge the image of object, single light passes through a series of light in a line, and each lens magnify the image over the previous one, and it's routinely used in medical laboratory. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ രണ്ടിൽ കൂടുതൽ ലെൻസസ് അവിടെയുണ്ട്. സോ ഓരോ ലെൻസസ് വഴിയും പാസ് ചെയ്യുന്ന ലൈറ്റ് വീണ്ടും വീണ്ടും എൻലാർജ് ചെയ്തിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജിനെ കാണാൻ പറ്റും. ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് നമ്മുടെ കൂടുതൽ ലാബിലും യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതാണ് സിംഗിൾ മൈക്രോസ്കോപ്പ്. ഇത് ഐ പീസ് ആണ് കേട്ടോ, ഇത് അറിയില്ല എല്ലാവർക്കും ഐ പീസ്. ആൻഡ് ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കുറേ ടൈപ്പ് ലെൻസ് ഉണ്ട് ഇവിടെ. ഐ പീസിലുണ്ട് ലെൻസ്, ഒബ്ജക്റ്റീവിലുണ്ട് ലെൻസ്. സോ ഇങ്ങനെയുള്ള കുറേ ടൈപ്പ്, കുറേ നമ്പേഴ്സ് ഓഫ് ലെൻസസ് ഉള്ളതുകൊണ്ട് അതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഇതിന് ഒറ്റ ലെൻസസ് മാത്രമേ ഉള്ളൂ, അത് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഓക്കെ,
ആൻഡ് ബേസ്ഡ് ഓൺ ഐപീസിന്റെ ബേസ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് മെയിൻ ആയിട്ട് മോണോക്കുലർ, ബൈനോക്കുലർ ആൻഡ് ട്രൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്നിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോണോക്കുലർ മീൻസ് എന്താ, ഒറ്റ ഒരു ഐപീസ് മാത്രമേ, ഓക്കെ, ഒരു കണ്ണുകൊണ്ട് മാത്രമേ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റൂ. ആൻഡ് ബൈനോക്കുലർ രണ്ട് ഐപീസ് ഉണ്ട്, സോ രണ്ട് കണ്ണ് വെച്ചിട്ട് നമുക്ക് വ്യൂ ചെയ്യാം. ഓക്കെ. ആൻഡ് ഇൻ കേസ് ഓഫ് ട്രൈനോക്കുലർ രണ്ട് ഐപീസ് ഉണ്ട്, അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്, തേർഡ് ഐപീസ്, മൂന്നാമത്തെ ഒരു ഐ ട്യൂബും കൂടി ഉണ്ട്. ഫോർ കണക്റ്റിംഗ് മൈക്രോസ്കോപ്പ് ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐ ട്യൂബും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ട്രൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഓ, ഇതാണ് മോണോക്കുലർ, ഒറ്റൊരു ഐപീസ് മാത്രം. ആൻഡ് ദിസ് വൺ ഇസ് ബൈനോക്കുലർ, നമ്മൾ രണ്ട് കണ്ണും വെച്ചിട്ട് നമുക്ക് വ്യൂ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ട്രൈനോക്കുലർ. അപ്പോൾ രണ്ട് കണ്ണും വെച്ചിട്ട് വ്യൂ ചെയ്യാനും പറ്റും. ഈ ഒരു ഐ ട്യൂബിലേക്ക് നമ്മുടെ ക്യാമറയും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് ബേസ്ഡ് ഓൺ മൈക്രോസ്കോപ്പ് ഫ്രെയിം ടൈപ്പ് നമ്മൾ നോക്കുന്ന ആ ഒരു ഫ്രെയിം ടൈപ്പിന്റെ ബേസ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിന് അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പ് എന്നിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Upright means look down on a specimen with its objective, and inverted microscope look up at the specimen. Okay, this is upright microscope, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് നോക്കുന്നു. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ മീൻസ് നമ്മുടെ അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ ഇത് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ ഒബ്ജക്റ്റ് എങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ ബേസ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിന് ഡിഫറെൻറ്റ് ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞ ലൈറ്റ് മൈക്രോസ്കോപ്പ്. സോ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് നമ്മുടെ ലാബിൽ മോസ്റ്റ് കോമൺലി യൂസിങ് മൈക്രോസ്കോപ്പ് ആണ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. അതിന്റെ മെയിൻ പ്രത്യേകത മീൻസ് നമ്മുടെ ഫീൽഡ്, ഈ ഒരു ഇതാണ് ഫീൽഡ്. ആ ഫീൽഡ് നല്ല ബ്രൈറ്റ് ആയിട്ടും ഒബ്ജക്റ്റ് നല്ല ഡാർക്ക് ആയിട്ടും കാണാൻ പറ്റും. ആ ഒരു പ്രത്യേകത. യൂഷ്വൽ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് യൂസ്ഡ് ഇൻ എ ക്ലിനിക്കൽ ലബോറട്ടറി ഇസ് കോൾഡ് ലൈറ്റ് മൈക്രോസ്കോപ്പ് that employs visible light as a source of light. And light microscope can be simple or compound microscope. Light microscope ൽ ചിലപ്പോൾ ഒറ്റൊരു ലെൻസസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ മാഗ്നിഫിക്കേഷൻ കുറവായിരിക്കും. ആൻഡ് മേ ബി അത് കോമ്പൗണ്ടും ആയിരിക്കും, കുറേ ലെൻസസ് അവിടെ ഉണ്ടാവും. സോ ഈ ഒരു ഫീൽഡ് എന്തായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ ഇസ് dark field microscope. Dark field microscope means this method is used for examination of unstained living organism. So field, ചുറ്റുള്ള ഫീൽഡ് നല്ല ഡാർക്ക് ആയിരിക്കും, ഒബ്ജക്റ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടും കാണാൻ പറ്റും. അതാണ് ഡാർക്ക് ഫീൽഡിന്റെ പ്രത്യേകത. So this type of microscope is mainly used for examination of unstained living microorganism. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ +2 ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരു സ്ലൈഡിൽ ഒരു സ്പെസിമെൻ എന്തെങ്കിലും ബ്ലഡോ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റെയിൻസ് വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ടല്ലേ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യാതെ, സ്റ്റെയിൻ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി, ഇപ്പം ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് ഡയറക്റ്റ്ലി മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. സ്റ്റെയിൻ ചെയ്താലല്ല ആ കളറൊക്കെ നമുക്ക് വ്യൂ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാതെ ഡയറക്റ്റ്ലി അൺസ്റ്റെയിൻഡ് ലിവിങ് മൈക്രോ ഓർഗാനിസത്തിന് നന്നായിട്ട് വ്യൂ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും പറ്റുന്ന ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. സോ ഇതിനെ കുറിച്ചിട്ടൊക്കെ, ഈ പറയുന്ന ഡാർക്ക് ഫീൽഡ്, ഇനി പറയാൻ പോകുന്ന മൈക്രോസ്കോപ്പ്, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് ഇന്റേണലിൽ പഠിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ സ്റ്റീറോ ഓർ ഡിസെക്റ്റിംഗ് മൈക്രോസ്കോപ്പ്. ദർ ഈസ് യൂഷ്വലി വൺ ഒബ്ജക്റ്റ്. ഈ ഒരു മൈക്രോസ്കോപ്പിൽ ഒറ്റൊരു ഒബ്ജക്റ്റീവേ ഉണ്ടാവുള്ളൂ. ബട്ട് ഓൺ ക്ലോസ് എക്സാമിനേഷൻ വൺ വിൽ ഫൈൻഡ് 2 ലെൻസസ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ കൂടെ 2 ലെൻസസ് കൂടി കാണാൻ പറ്റും. പക്ഷെ ഒറ്റൊരു ഒബ്ജക്റ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ.
This stereo microscope is usually used to view whole organism or whole organ. ഇതൊക്കെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റീറോ ഓർ ഡിസെക്റ്റിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റീറോ. ഒറ്റൊരു ഒബ്ജക്റ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒബ്ജക്റ്റീവിന്റെ സൈഡിലും 2 lenses ഉണ്ടാവും. ഓക്കെ. And next one is digital microscope. Next type of microscope digital microscope. ഇത് നേരത്തെ പറഞ്ഞ ട്രൈനോക്കുലർ മൈക്രോസ്കോപ്പ് ആണ്. അതായത് a microscope and video camera are integrated together with a digital USB output. ഇപ്പോൾ മൈക്രോസ്കോപ്പിന്റെ കൂടെ ഒരു വീഡിയോ ക്യാമറയും കൂടി, അതായത് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ട്രൈനോക്കുലറിലാണ് അല്ലേ? ഇവിടെ ട്രൈനോക്കുലർ അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് കാണാം. ഓക്കെ. ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് മീൻസ് ബൈനോക്കുലർ നമുക്കും കാണാൻ പറ്റും, ആൻഡ് ഒരു ഐപീസ് ട്യൂബിൽ ഈ ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു പിക്ചറിലുള്ള പോലെ കാണാം. ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് മീൻസ് മൈക്രോസ്കോപ്പിന്റെ കൂടെ ഒരു വീഡിയോ ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പും അവൈലബിൾ ആണ്. ഓക്കെ. And next one is phase contrast microscope. Is used this type of microscope. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഈ ഫീൽഡിൽ എങ്ങനെ ഓർഗാനിസം കാണും എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുള്ളൂ. മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം, അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ആ ഒരു മൈക്രോസ്കോപ്പ് പറയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, കാണിച്ചു തരാം. And this phase contrast microscope is used for examination of unstained structure. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് പറഞ്ഞതുപോലെ അൺസ്റ്റെയിൻഡ് സ്ട്രക്ചർ ഓർഗാനിസം ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പും നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി ഈ ലിവിങ് സെല്ലിൻ്റെ മൊബിലിറ്റി, അതിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫാഗോസൈറ്റ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് മെയിനായിട്ട് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഓർഗാനിസത്തിന് ഇത് ഇങ്ങനെയാണ് കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. ഫ്ലൂറസെൻസ് കളറിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാം. ഓക്കെ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് നാച്ചുറലി ഒക്കറിങ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. ചില മെറ്റീരിയൽ ഉണ്ട് നാച്ചുറലി ഈ ഫ്ലൂറസെൻസ് ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഫ്ലൂറസെൻസ് മെറ്റീരിയൽ ഒബ്സർവ് ചെയ്യാനും, ആൻഡ് അതർ നോൺ ഫ്ലൂറസെൻസ് സബ്സ്റ്റൻസ് ഓർ മൈക്രോ ഓർഗാനിസം ഒക്കെ നോൺ ഫ്ലൂറസെൻസ് സബ്സ്റ്റൻസ് ആണ്. അത് സ്വയം എമിറ്റ് ചെയ്യില്ല, പക്ഷെ അതിൻ്റെ ഈ ഫ്ലൂറസെൻസ് ലൈറ്റ് സ്വയം അത് എമിറ്റ് ചെയ്യില്ല. അങ്ങനെ എമിറ്റ് ചെയ്താൽ മാത്രമേ ആ ഫീൽഡ് നമുക്ക് ഇങ്ങനെ ഫ്ലൂറസെൻസ് കളറിൽ കാണാൻ പറ്റുള്ളൂ മൈക്രോ ഓർഗാനിസം. പക്ഷെ ഇങ്ങനെയുള്ള കളറിൽ, ഫ്ലൂറസെൻസ് കളറിൽ ഓർഗാനിസത്തിനെ കാണണമെങ്കിൽ നമ്മുടെ അവിടെ ആ ഒരു സ്ലൈഡിൽ ആ ഒരു സ്പെസിമെൻ ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത്, സ്പെസിമെൻ എന്ത് ചെയ്യും, നമ്മൾ സ്ലൈഡിൽ ആഡ് ചെയ്യും, എന്നിട്ട് സ്റ്റെയിൻ ചെയ്യില്ലേ, ആ സ്റ്റെയിൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ ഈ ഒരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫ്ലൂറസെന്റ് ഡൈ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫ്ലൂറസെന്റ് ഡൈ യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്ത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കളറിൽ ഫ്ലൂറസെൻസ് ലൈറ്റിൽ നമുക്ക് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പോളറൈസിങ് മൈക്രോസ്കോപ്പ്. അതായത് എന്ന് വെച്ചാൽ ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. ഈ ഫ്ലൂറസെൻസും പോളറൈസിങ് ഒക്കെ എല്ലാ ലാബിലും അവൈലബിൾ അല്ല, എപ്പോഴും യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പും അല്ല. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ദിസ് പോളറൈസിങ് മൈക്രോസ്കോപ്പ് മെയിൻലി യൂസ്ഡ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബൈഫ്രിഞ്ചൻസ്. മീൻസ് ഇറ്റ്സ് ആൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ഒരു മെറ്റീരിയലിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് ബൈഫ്രിഞ്ചൻസ്. having a refractive index, light pass ചെയ്യുന്ന materials that depends on the polarization and propagation direction of light. അതായത് മെയിനായിട്ട് ഈ ക്രിസ്റ്റൽസ് അറിയോ, ഈ കിഡ്നിയിലും ഇവിടെയൊക്കെയുള്ള യൂറിനിലൊക്കെയുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. ചിലപ്പോൾ ക്രിസ്റ്റൽസ് ഉണ്ടാകാം. അങ്ങനെയുള്ള ചില ക്രിസ്റ്റൽസിനൊക്കെ ബൈഫ്രിഞ്ചൻസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ. ബോഡിയിലൊക്കെ ക്രിസ്റ്റൽസ് നോർമലി അല്ല പറയുന്നത്, അബ്നോർമലി ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ക്രിസ്റ്റൽസ് യൂറിനിലൊക്കെ, കല്ലൊക്കെ ഉണ്ടെന്ന് പറയില്ല, അതുപോലെ യൂറിനിലൊക്കെ ക്രിസ്റ്റൽസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിൽക്കും. അബ്നോർമലിയാണ്
സോ അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനൊക്കെ നമുക്ക് ഈ പോളറൈസിങ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് പറ്റും. സോ ആ ക്രിസ്റ്റൽസിനൊക്കെ എന്തുണ്ട്, ഈ ബൈഫ്രിഞ്ചൻസ് പ്രോപ്പർട്ടി ഉണ്ട്. ലൈറ്റിനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും ക്രിസ്റ്റൽസിനൊക്കെ. സോ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടീസ് ചില ക്രിസ്റ്റൽസിനുണ്ട്. സോ അങ്ങനെയുള്ള ക്രിസ്റ്റൽസും അല്ലെങ്കിൽ ബൈഫ്രിഞ്ചൻസ് പ്രോപ്പർട്ടീസ് ഒക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോളറൈസിങ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു തന്നു, എന്താണ് 1 lakh അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത്? ഈ ഒരു ഇമേജ്, ഇതൊരു RBC ആണ് അല്ലെ, ബൈ കോൺകേവ് ഷേപ്പിലുള്ള RBC, റെഡ് ബ്ലഡ് സെല്ലാണ് ഈ ഒരു ഇമേജ്. അതിനെ നന്നായിട്ട് മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു ബൈ കോൺകേവ് ഷേപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ടോ? Electron microscope is used for study of ultrastructure detail of the tissue and cells. സെൽസിൻ്റെ അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ ഒക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട്, ഡീറ്റെയിൽസ് മീൻസ് ഇന്റേണൽ സ്ട്രക്ചേഴ്സും നമുക്ക് സ്റ്റഡി ചെയ്യാം, ആൻഡ് 3-dimensional വ്യൂ കൂടി നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനും വ്യൂ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടീച്ചിങ് മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇലക്ട്രോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫസ്റ്റ് ഇന്റർണൽ പഠിക്കാനുണ്ട്. ഇലക്ട്രോണിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പം പറയാം, 2 ടൈപ്പ് ഉണ്ട്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യും ഇന്റേണൽ സ്ട്രക്ചറാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. ഒരു ഓർഗാനിസത്തിൻ്റെ ഇന്റേണൽ സെൽസിൻ്റെ ഒക്കെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അത്രയും മാഗ്നിഫൈ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ബട്ട് ഇൻ കേസ് ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ 3-dimensional വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ടീച്ചിങ് മൈക്രോസ്കോപ്പ്. ടീച്ചിങ് മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് സാധാ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് തന്നെയാണ്. ബട്ട് എന്താണ് പ്രത്യേകത? മൾട്ടിപ്പിൾ വ്യൂവിങ് സ്റ്റേഷൻ ഉണ്ടാവും. എന്തിനാണത്? നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മൾട്ടിപ്പിൾ വ്യൂവിങ് സ്റ്റേഷൻ. ഇവിടെ മാത്രമേ നമ്മൾ സ്റ്റേജും സാമ്പിളും സ്പെസിമെനും ഒക്കെ ഇവിടെയുള്ളൂ, ഒബ്ജക്റ്റീവും ഇവിടെയുള്ളൂ, സ്ലൈഡ് ഇവിടെ വെക്കുകയുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് സ്റ്റുഡൻസിന് വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ ടീച്ചർ ഫീൽഡ് മാറ്റുന്നതിനനുസരിച്ചിട്ട് സ്റ്റുഡൻസിന് ഇവിടെയൊക്കെ ഇരുന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ദിസ് ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ടീച്ചിങ് മൈക്രോസ്കോപ്പ്. ഒരു മോഡേൺ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ്. വേരിയബിൾ അറ്റാച്ച്മെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ടീച്ചിങ്, ട്രെയിനിങ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്ന് തന്നെ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക, ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. താങ്ക് യു.